ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM തിങ്. നമ്മൾ ഇന്ന് ഒരു മാത്സ് പസിലാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ ഒരു ഗ്ലാസ്സിനകത്ത് വേറൊരു ഗ്ലാസ് വെച്ചിരിക്കുന്ന, ഇവിടെ ഒരു ഗ്ലാസ്സിനകത്ത് വേറെണ്ണം, അതിൻ്റെ അകത്ത് വേറൊന്ന്, അതിൻ്റെ അകത്ത് വേറൊന്ന്, അതിൻ്റെ അകത്ത് വേറൊന്ന്, അങ്ങനെ 4 ഗ്ലാസ്സുകൾ. മൊത്തത്തിൽ ഇവിടെ 5 ഗ്ലാസ് ഉണ്ട്. ഇവിടെ 2, ഇവിടെ 1. ഈ സിംഗിൾ ഗ്ലാസിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇക്വേഷനായിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇതിന് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് എക്സ്, ഈ അകത്തിരിക്കുന്ന ഗ്ലാസ്സിന് വൈ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്, ഇത് വൈ, ഈ ഹൈറ്റ് വൈ, ഇത് വൈ, ഹൈറ്റ് വൈ, ഹൈറ്റ് വൈ. അപ്പം എക്സ് പ്ലസ് വൈ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടെ ചേരുന്നത് 17. ഇവിടെ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ, 4 വൈ ഉണ്ട്. 4 വൈ സമം 29. ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാണ്. സബ്ട്രാക്റ്റിംഗ് ക്യാൻസലായി പോവും. -3y ഈക്വൽസ് -12 എന്ന് കിട്ടും. y സമം -12/-3 സമം 4 എന്ന് കിട്ടും. y സമം 4 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, എക്സും വൈയും കൂടെ 17. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര? 17 - 4 സമം 13 കിട്ടും. അപ്പോൾ ഈ സിംഗിൾ ഗ്ലാസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 13 എന്ന് നമുക്ക് കിട്ടും. ഈ എക്സും വൈയും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് മനക്കണക്കായിട്ട് വേറെ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ സെക്കൻഡ് മെത്തേഡ് കാണിച്ചു തരാം. സെക്കൻഡ് മെത്തേഡ് നമ്മളിതാ എക്സും വൈയും ഒന്നും എടുക്കുന്നില്ല. ഇതൊന്നും എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യാൻ പോവുക. അപ്പം ഒരു ഫുൾ ഗ്ലാസും അതിൻ്റെ അകത്തിരിക്കുന്ന വേറൊരു ഗ്ലാസും കൂടെ ചേരുമ്പോൾ 17. അപ്പം എന്താ ഇത്രയും ഹൈറ്റ് എത്രയായി? 17. 3 ഗ്ലാസ് അകത്തുള്ളത്. അപ്പം 3 ഗ്ലാസ് അകത്തുള്ളതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ഗ്ലാസ് ഇൻസൈഡ് ഈക്വൽസ് 29 17 പോയാൽ എത്ര വരും? 12 എന്ന് വരും. അകത്തുള്ള 3 ഗ്ലാസിൻ്റെയും കൂടെ ഹൈറ്റ് എന്ന് പറയുന്നത് 12. അപ്പോൾ ഒരു ഗ്ലാസ് എത്ര? ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 12/3 സമം 4. ഇവിടെ നോക്കിക്കേ, ഒരു ഫുൾ ഗ്ലാസും അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഗ്ലാസും കൂടെ ചേരുമ്പോൾ 17. അപ്പോൾ ഈ ഫുൾ ഗ്ലാസിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഈക്വൽസ് 17 4 കുറയ്ക്കുക. അപ്പം 13 എന്ന് കിട്ടും. അപ്പം മാത്സ് പസിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും, മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പം ഇതുപോലുള്ള പസിലുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പസിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു പസിലുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും. ബൈ. ഓക്കെ.